എല്ലാ സ്നേഹമുള്ള മലയാളികൾക്കും എൻ്റെ നല്ല നമസ്കാരം. ഞാൻ എൻ്റെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇന്നത്തെ എൻ്റെ വാർത്താ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. എൻ്റെ ഗ്രാമം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. മഞ്ഞ് മരങ്ങളിലെല്ലാം തന്നെ മഞ്ഞ് വീണ് കിടക്കുന്നൊരു സ്ഥിതിയാണ് ഉള്ളത്. പക്ഷെ മഞ്ഞാണെങ്കിലും വെയിലാണെങ്കിലും ചൂടുള്ള വാർത്തകൾ ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം വളരെ അധികം പ്രാധാന്യവും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ അവരൊരു അവബോധം ഉണ്ടാക്കുന്നതിനും പുതിയ തലമുറയിലേക്ക് ഒരു അവബോധം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ സസൂക്ഷ്മം കേൾക്കണം, മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കണം, ഇതിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. പല പ്രാചീന ഗ്രാമങ്ങളിലും ലോകം മുഴുവനും ഒരു പ്രോവർബുണ്ട്, ഒരു ചൊല്ലുണ്ട്. മാതാപിതാക്കളുടെ കർമ്മം എന്ന് പറയുന്നത് ജന്മം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമ കർമ്മം. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുക. എന്നാൽ ആ ഗ്രാമത്തിന് ഒരു പങ്കുണ്ട്. ആ കുട്ടി വളർന്നു വരുന്നതിൽ അവരെ അവബോധമുള്ളവരാക്കി വളർത്തുന്നതിൽ ഒരു പങ്ക് ഈ ഗ്രാമങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലും അങ്ങനെയുള്ള പ്രാചീനമായിട്ടുള്ള ജനസമൂഹങ്ങൾ ഉള്ള ഇടങ്ങളിലെല്ലാം ഇങ്ങനെ ഗ്രാമങ്ങൾ, വില്ലേജ് ഓൾസോ ഗോട്ട് ദ റെസ്പോൺസിബിലിറ്റി. നമ്മളുടെ കേരളത്തിലും അങ്ങനെ തന്നെയായിരുന്നു അതിൻ്റെ അന്തരീക്ഷം. അതായത് നമ്മൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങൾ വഴി തെറ്റിപ്പോവുക, ഡ്രഗ് അടിക്കാൻ പോകുമ്പോഴും ആ ഗ്രാമത്തിലുള്ളവരും നമ്മൾ CCTV ക്യാമറ എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുന്നുണ്ടെങ്കിലും ഒരു കണ്ണ് ഈ കുട്ടിയുടെ മേലെ 16, 17, 18 വയസ്സായ കുട്ടിയുടെ മേലെ ഉണ്ട്. അതിനെ നെഗറ്റീവായിട്ട് എടുക്കാം, പോസിറ്റീവായിട്ട് എടുക്കുന്നതുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ അതെത്രമാത്രം അത്യാവശ്യമുണ്ട് എന്നതിനെക്കുറിച്ച് കേരളം ഉണർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഉന്നയിക്കുന്ന വിഷയം ലവ് ജിഹാദ്. നമ്മളോട് ഒരു പ്രായമുള്ള ഒരു മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറയണ ഇങ്ങനെ ഒരു സാധനമുണ്ട്. അതുപോലെ തന്നെ AK ആൻ്റണി ആയാലും മറ്റ് പല നേതാക്കന്മാരും, ഉമ്മൻചാണ്ടി മുതലുള്ള നേതാക്കന്മാരും ഇതിനെപ്പറ്റി സൂക്ഷ്മമാണ്. ഇതൊരു സമുദായത്തിൻ്റെ സംവിധാനമാണ്, ആ സമുദായത്തിനെതിരെ രാഷ്ട്രീയക്കാർക്ക് പോകാൻ സാധിക്കില്ല, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് നമ്മളോട് മുഖ്യമന്ത്രിമാർ പോലും പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ CPMൻ്റെ നേതാവ് ജോർജ് M. തോമസ്, അദ്ദേഹത്തിന് CPMൽ നിന്ന് വളരെയധികം ഒരു ഇത് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ ഈ വിഷയം ലവ് ജിഹാദ് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത്, ഈവൻ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളെ പോലും ഇത്തരത്തിലുള്ള ചൂഷണകർ സംഘടിതമായിട്ട് വന്ന് അവരെ കൊണ്ടുപോകുന്നു. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കാണുകയായിരുന്നു. ഒരു BJP നേതാവ് ജയകുമാർ ഒരു ചാനലിലിരുന്ന് പറയുകയാണ്, അദ്ദേഹം ഏകദേശം ഒരു 35 കേസുകളോളം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലിംഗ് നടത്തി. അപ്പം ഇദ്ദേഹത്തിന് ഈ പെൺകുട്ടികളായിട്ട് അടച്ചിട്ട മുറിയിലാണ് ഇദ്ദേഹം ഈ ഇതുകൾ കേൾക്കുന്നത്. അപ്പോൾ എല്ലാ സ്വകാര്യ കാര്യങ്ങളും ഇദ്ദേഹവുമായിട്ട് ജയകുമാറായിട്ട് വെക്കുന്നുണ്ട്. ജയകുമാറോ പത്മകുമാറാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇവരുടെ ടാർഗറ്റ് വിദ്യാഭ്യാസമുള്ള PhD, MBBS ഒക്കെയുള്ള കുട്ടികളാണ് ഈ സംഘടിതമായി വരുന്നത്. അതും കൊച്ചി പോലെയുള്ള പട്ടണങ്ങളിൽ ഹൈന്ദവ ക്രൈസ്തവ കുടുംബങ്ങൾ, ഏറ്റവും പേരുള്ള കുടുംബം നല്ല തറവാടുകളെ കണ്ടുപിടിക്കുന്നു. അവിടെ പണമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കൊച്ചു പെൺകുട്ടികൾ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിട്ട് സംഘടിതമായിട്ട് അവർക്ക് ഈ പോകുന്ന ബോയ്ഫ്രണ്ട് ഒരാളാണെന്ന ഈ പെൺകുട്ടിക്ക് തോന്നുള്ളൂ. പക്ഷെ അവൻ്റെ പിന്നിലുള്ള സംഘത്തെക്കുറിച്ച് ഈ പെൺകുട്ടികൾ ബോധവാന്മാരല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഗ്രാമങ്ങളിൽ മാതാപിതാക്കളിൽ ജന്മം കൊടുക്കുമ്പോൾ ഗ്രാമം പറയണം, ഈ പറഞ്ഞു വളർത്തണം ഈ കുട്ടികളെ. അതിനൊക്കെയാണ് കാസ പോലെയുള്ള സംഘടനകൾ, അതല്ലെങ്കിൽ മറ്റ് ഹൈന്ദവ സംഘടനകളും ഇതിനൊക്കെ ആവശ്യത്തിൽ വരുന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നും ഇതിന് പ്രാപ്തമല്ല ഇത് പറഞ്ഞു കൊടുക്കാൻ. അവർക്ക് ഭയമുണ്ട്. ഈ അറബ് രാജാക്കന്മാർ അവരുടെ ബിസിനസ്സുകൾ, അവരുടെ വാർത്താ നെറ്റ്വർക്കുകളൊക്കെ പ്രവർത്തിക്കുന്നത് അവർക്ക് നല്ല ഭയത്തിലാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ഇത് ശക്തമായിട്ട് പറയണം. ഇതിന് എതിരെ പറയുന്നൊരു വിഭാഗം നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ മീഡിയ ചാനലുകൾ തുറന്നു വെച്ചും യൂട്യൂബ് തുറന്നു വെച്ചും പറയുന്നവരുണ്ട്. അതിനൊരു ഉദാഹരണമാണ് മീഡിയ 1 ചാനലിൽ ഒരു നിഷാന്ത് റാവുത്തർ എന്നൊരു അദ്ദേഹം വളരെ സൗമ്യമായി മാന്യമായിട്ടും
ദുഃഖം പോലെയാണ്. എന്തിനാണ് കാസ ഈ പുതിയ തലമുറയെ ഇങ്ങനെ ചൂഷണത്തിൽ അകപ്പെടരുന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന? പ്രത്യേക സമുദായത്തിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കൊടുക്കരുതെന്നാണ് മീഡിയ വണ്ണിലെ നിഷാന്ത് റാവുത്തറിൻ്റെ ആവശ്യം. അദ്ദേഹം പറയാണ് അതിന് തെളിവുകൾ വ്യക്തമായിട്ടുള്ളത് കൊണ്ടാണ്. ഇനി ഞാൻ നേരെ ഒരു സജി എന്നൊരു വക്കീല് ഒരു ചാനലിലിരുന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ അറിയാം. ഒരു നായർ സ്ത്രീ, വിവാഹിതയായ നായർ സ്ത്രീ, അവരുടെ 2 പെൺകുട്ടികളുണ്ട്. ഈ സ്ത്രീ ഒരു സുപ്രഭാതത്തിൽ കാണുന്നില്ല. അവസാനം കണ്ടുമുട്ടുന്നത് ലവ് ജിഹാദിൻ്റെ ഫാക്ടറിയിലാണ് കണ്ടുമുട്ടുന്നത് ഈ സ്ത്രീയെ. അവസാനം ഈ സ്ത്രീയെ ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോർട്ടിൽ ഫയൽ ചെയ്ത് ഈ പെൺകുട്ടിയെ കൊണ്ടുവരാൻ കോടതിയുടെ നിർദ്ദേശം പ്രകാരം കോടതിയിൽ വന്നപ്പോൾ ഈ സ്ത്രീ ചാക്കിൽ പൊതിഞ്ഞേക്കാണ് കണ്ണ് മാത്രം കാണിക്കുന്നുണ്ട്. ഈ സ്ത്രീക്ക് ചുറ്റും 10-30 ആൾക്കാരാണ് വരുന്നത്. അപ്പം ഇത് സംഘടിതമല്ലേ? ഈ സ്ത്രീ ഒരു ജയിലിനുള്ളിലാണ്, അവരുടെ തടവറയുടെ ഉള്ളിലാണ്. ഒരിക്കൽ തടവറയിലായാൽ കേരളത്തിൽ പോലും അവർക്ക് പിന്നെ പുറത്തു പോയിട്ട് മാതാപിതാക്കളോ ഭർത്താവോ സഹോദരങ്ങളായിട്ട് സംസാരിക്കില്ല. അവർക്ക് ചിരിച്ചതിൽ കാരണം അവരുടെ വലയുണ്ട്. ഈ വലയത്തിനുള്ളിലാണ് ഈ പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ അകപ്പെടുന്നത്. അത് ബോധവാന്മാരാക്കണം. നിഷാന്ത് റാവുത്തർ പറയുന്ന പോലെ അയ്യോ ഒരു പ്രത്യേക സമുദായത്തെ പറ്റി അങ്ങനെ പറയലേ. എല്ലാ മുസ്ലിമുകളെ അല്ല പറയുന്നേ. ഇതിന് സംഘടിതമായി മുസ്ലിം ഇസ്ലാമിസ്റ്റുകൾ പ്രചോദനം കൊടുക്കുന്നു. PFI വലിയ സംഘടനയാണ്, ഇപ്പം നിരോധിക്കപ്പെട്ടു. SDPI വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംഘടനയാണ് SDPI. അപ്പം ഇതിനെ ബോധവാന്മാരാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ തലമുറ അടിച്ചുകൊണ്ടു. ഞാൻ ഇത് പറയുന്നത് കേരളത്തിൻ്റെ നമ്മുടെ മതസൗഹാർദ്ദം ജനാധിപത്യമെന്ന് സ്നേഹമെന്ന് പറയുന്ന ആ ഒരു ചുറ്റുപാടിൽ നിന്നല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൻ്റെ നിഷ്കളങ്കമായ ഗ്രാമീണതയെ, അവിടെ വളർന്നു വരുന്ന കൊച്ചു പെൺകുട്ടികളെ ചൂഷണം ചെയ്യപ്പെടുന്നത് അവർ ലോകം കാണാത്തതുകൊണ്ടാണ്. ഈ പാറ്റേൺ ലോകം നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇന്ന് യൂറോപ്പിൽ സംഭവിക്കുന്നത്. ജർമ്മനിയിൽ, ഫ്രാൻസിൽ ഇതേ സമുദായം ഇസ്ലാമിസ്റ്റുകൾ, സുഡാപ്പികൾ ചെയ്യുന്നു ഈ പ്രവൃത്തി. അതാണ് ഗ്രൂമിങ് എന്ന് പറഞ്ഞ് ഇതിൽ നമ്മളിപ്പോൾ UK കണ്ടത്. അവിടുത്തെ രാഷ്ട്രീയക്കാർ പാകിസ്ഥാനി ആയിട്ടുള്ള സമൂഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം ലണ്ടൻ മേയർ ഒരു സാദിഖ് ഖാൻ എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസും ഇത് കാരണം ഇത് പുറത്തു വരുന്നത്. ഗ്രൂമിങ്, അതായത് ഈ പെൺകുട്ടികളെ ഗ്രൂം ചെയ്ത് ഇവരുടെ മതത്തിലാക്കുന്നത് പോട്ടെ, അവർക്ക് നല്ല ഖുർആൻ പറഞ്ഞ് പോകണം. ഇതല്ല അവരുടെ ലക്ഷ്യം. ഇവർ പോയി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ വിട്ടിട്ട് പോവാണ്. തന്നെ ചാക്കിട്ട് ഈ പെൺകുട്ടി നടക്കണം. അവരുടെ ജയിലറയ്ക്ക് ഉള്ളിലാവണം ഈ പെൺകുട്ടി. നമുക്കറിയാം സോണിയ സെബാസ്റ്റ്യൻ ആയിഷയായിട്ട് ആ കുട്ടി വന്നിട്ട് നമ്മളോട് TV പറഞ്ഞു ഞാൻ പെട്ടുപോയതാണെന്ന്. അതല്ലെങ്കിൽ നിമിഷ എന്ന ഫാത്തിമയായത്, ബിന്ദു അവരുടെ അമ്മ ഇരുന്ന് വിലപിക്കുകയാണ്. അവരിന്ന് യമൻ ജയിലിലാണ്. ISISന് കൊണ്ടുപോകുന്നു, സിറിയയിൽ കൊണ്ടുപോകുന്നു. ഒരു പക്ഷേ ഇതിൽ നമുക്കറിയാം കേരള സ്റ്റോറി എന്നൊരു മൂവി അത് വന്ന സമയത്ത് പലരും ഇതിനെ വിമർശിച്ചത്, അതിൽ പറയുന്ന 32,000 കേസുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഈ 32,000 കേസുകൾ അത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും അങ്ങനെ ഒരു കഥ എഴുതാനുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെ എത്രയോ കഥകൾ ഉണ്ടാക്കുന്നു. ഇതിന് യാഥാർത്ഥ്യമായിട്ട് ബന്ധമുള്ള കഥകളാണ്. ഞാൻ ഇതിൽ വേറൊരു ആവശ്യം ഞാൻ ഉന്നയിക്കുകയാണ്. ഇത്തരത്തിൽ പ്രവൃത്തികളിൽ ഇതൊരു വലിയൊരു ആവശ്യമാണ്. പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയാണ്. ഇത്തരം പ്രവൃത്തികളിൽ പെട്ടുപോയ മതത്തിൻ്റെ ഒരു ഇതിൽ പെട്ടുപോയ പെൺകുട്ടികൾ പുറമേക്ക് വന്നിട്ട് അടുത്ത തലമുറയെ ബോധവാന്മാരാകുന്നതിന് വേണ്ടിയിട്ട് ചാനലുകളിലോ യൂട്യൂബിലോ വന്ന് ദയവ് ഇത് പറയണം. എനിക്കറിയാം നമ്മുടെ സാമൂഹ്യ സ്ഥിതി നിങ്ങൾ അപമാനിതരെയാകും, നിങ്ങൾക്ക് വളരെ, പക്ഷെ ഞാൻ ഈ പറയുമ്പോൾ 100 ആളുണ്ടെങ്കിൽ ഒരു 10 ആൾ വന്ന് ഈ ഒരു സാമൂഹ്യ ചുറ്റുപാട് പുറത്ത് പറയാൻ തയ്യാറായാൽ ഈ ഒരു സാമൂഹ്യ മൂല്യ ശോഷണത്തെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. അപ്പം ഇതിൽ അനുഭവസ്ഥയായ പെൺകുട്ടികൾ തിരിച്ചു വരണം. ഞാൻ ഇന്ന് ഫസൽ കാരാട്ട് എന്നൊരു മാന്യദേഹം, നല്ലൊരു വ്യക്തിത്വമാണ്, യൂട്യൂബിൽ ഇരുന്ന് പറയുന്ന വ്യക്തി. അവരൊരു സ്ത്രീയായിട്ട് സംസാരിക്കുകയാണ്. അവരുടെ ഗുണ്ടായിസം, കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഗുണ്ടായിസം, അതായത് ഈ പെൺകുട്ടിയെ പ്രേമിച്ച് ഇദ്ദേഹം പാലക്കാട് ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഈ സ്ത്രീ വന്നത്. ഈ പെൺകുട്ടി ഇവിടെ കൊച്ചിയിൽ വന്നു, ചതിക്കപ്പെട്ടു, ചൂഷണത്തിൽ അകപ്പെട്ടു. അലി എന്ന് പറഞ്ഞൊരു വ്യക്തി, കോൺഗ്രസ് നേതാവ്, വലിയ നേതാവാണെന്ന് പറയുന്നത് കൊച്ചിയിലെ, ആ നേതാവ് ചൂഷണം ചെയ്ത് ഭാര്യ എന്നുള്ള കാര്യം മറച്ചു വെച്ച് ഈ സ്ത്രീയെ ചൂഷണം ചെയ്ത് കുട്ടി പ്രഗ്നൻ്റ് ആയപ്പോൾ ഇതിനെ അബോർഷൻ ചെയ്യുന്നതിന് വേണ്ടി ഭീഷണിപ്പെടുത്തി ഗുണ്ടകൾ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഖാദർ, പിന്നെ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ വന്ന് കുടുംബം അടക്കം വന്നിട്ടും
ഭീഷണിപ്പെടുത്തിയ കഥയെ പറ്റി. എന്നിട്ടും ആ പെൺകുട്ടി ഇവരെ പറ്റിച്ച് ആ കുഞ്ഞിന് ജന്മം കൊടുത്തതും അതുമായിട്ട് പ്രതിരോധിച്ച് ജീവിക്കുന്നതും. അങ്ങനെയുള്ള സഹോദരിമാർ വന്നിട്ട് നേരെ പറയണം. ഇതൊരു ഒരു ഒരു അടുത്തു വരുന്ന തലമുറയ്ക്ക് നിങ്ങളുടെ ധൈര്യം കാണിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നമുക്കറിയാം. ഒരു സത്യശരണി എന്നൊക്കെ പറഞ്ഞ സ്ഥാപനങ്ങൾ ഇതിനെ വെളുപ്പിക്കാനായിട്ട് കേരള മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങൾ എന്തായിരുന്നു. മനോരമ തൊട്ടുള്ള ചാനലുകളാണ്. കണ്ടോ ഇവിടെ ഒന്നുമില്ല. ആരാണ് ഇവർ ലോക്സഭയിലൊക്കെ പറയുന്ന കാര്യം? ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഓഫീസ് തുറന്നിരിക്കുന്നില്ല എന്നാണ് അവർ തെളിവില്ല എന്ന് പറയുന്നത്. അതിന് ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ഓഫീസ് തുറന്നിരുന്നാൽ മാത്രമാണ് ഇവരിതിൽ വിശ്വസിക്കുള്ളൂ എന്നാണ് നമ്മുടെ മാധ്യമങ്ങളുടെ നിലപാട്. അതല്ലെങ്കിൽ നമ്മളുടെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും രാഷ്ട്രീയ നിലപാട്. നമ്മളെ ഈ മാധ്യമങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വടക്ക് നിന്നുള്ള BJP അല്ലെങ്കിൽ മോഡിയും അമിത്ഷായൊക്കെ വളരെ ദ്രോഹം ചെയ്യുന്നവരാണെന്നാ. പക്ഷെ അവരുള്ളത് കൊണ്ടാണ് ഇന്നും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയൊക്കെ നിലനിൽക്കുന്നത് ഇതിൻ്റെ പേരിലാണ്. കാരണം കത്തോലിക്ക സഭയെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആഗോള പാറ്റേൺ, കത്തോലിക്ക സഭയെ ഇസ്ലാം വിഴുങ്ങും. അത് പ്രത്യേകിച്ച് എല്ലാ രാജ്യങ്ങളിലും, യൂറോപ്പിൽ, അവസാനമായിട്ട് യൂറോപ്പ്, അത് ചരിത്രപരമായിട്ട് കത്തോലിക്ക സഭയെ സുഖമായിട്ട് വിഴുങ്ങും. ഇത് ഇന്ന് ഹൈന്ദവ സമൂഹം, നമുക്കറിയാം മുഗൾ സാമ്രാജ്യത്തെ തടുത്തു നിർത്തിയതാണ് ഹൈന്ദവ ഒരു ഇത്. കാരണം അത് വളരെ സംഘടിതമായിട്ട് മുഗൾ സാമ്രാജ്യം കെട്ടിപ്പടുത്ത സമയത്ത് ഇതിനെ തടഞ്ഞു നിർത്തിയ പാരമ്പര്യമുണ്ട് ഹൈന്ദവ സഹോദരങ്ങൾക്ക്. ആ ഹൈന്ദവ ക്രൈസ്തവ ഐക്യമുണ്ടാകണം. ഞാൻ ഈ അടുത്ത് മുരിങ്ങൂർ ഡിവൈൻ ആശ്രമത്തിൽ ഒരു കൊച്ചുമാത്തച്ഛൻ എന്നൊരു വ്യക്തിയുടെ ഒരു പ്രസംഗം കേൾക്കായിരുന്നു. അപ്പോൾ അദ്ദേഹം ധ്യാനത്തിൽ ഇരിക്കുന്നവരോട് പറയാണ്, ഇവിടെ 2-3 പെൺകുട്ടികൾ വന്നിരിക്കുകയാണ്, കത്തോലിക്ക സഭയിലുള്ള പെൺകുട്ടികൾ വന്നിരിക്കുകയാണ്. അതോടൊപ്പം വന്നിരിക്കുന്നത് ഒരു 3 മുസ്ലിം യുവാക്കൾ അവിടെ വന്നിരിക്കുകയാണ്. അവർ വന്നിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾക്ക് ഇവിടെ കൊണ്ടുവന്ന, കാരണം അവർ കുടുംബത്തിൽ കണ്ട കത്തോലിക്ക സഭയും അതും അവരുടെ മതം. അപ്പം ഈ വന്നിരിക്കുന്ന മുസ്ലിം യുവാക്കളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇവരെ മതം മാറ്റുന്നതിന് വേണ്ടിയാണ്. അപ്പം ഇവരുടെ ഒരു അഭ്യർത്ഥനയായിരുന്നു, നമുക്ക് ഡിവൈനിൽ പോവാം, അവിടെ പോയിട്ട് നിങ്ങൾ മതം മാറുക, അതെന്നിട്ട് കത്തോലിക്ക സഭയിൽ വരാം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു കൊണ്ടുവന്നതാണ്. ഇതൊരു അപ്പോൾ ഈ വൈദികൻ പറയായിരുന്നു, ഈ പിള്ളേരെ അവസാനം പറഞ്ഞു, കാരണം ഇവർ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടികൾ ഇത് കഴിഞ്ഞാൽ ഡിവൈൻ കഴിഞ്ഞാൽ നേരെ പോകുന്നത് സത്യശരണി പോലെയുള്ള ലവ് ജിഹാദ് ഫാക്ടറികളിലേക്കാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ പെൺകുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരം ഒരു സ്കൂളിലോ കോളേജിലോ ഒക്കെ ഒരുമിച്ച് പഠിക്കുന്നവരാണെന്നാണ് പറയുന്നത്. അപ്പം അവരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ഇവർ വൈദികരുടെ അടുത്ത് പറയുന്നത്, ഞങ്ങൾക്ക് ഈ പെൺകുട്ടികളെ ഇഷ്ടമാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്ന ഡിവൈനിൽ. ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ പോകുന്നത് അടുത്തത് ഇതിലേക്കാണ്. അങ്ങനെ ഈ കുട്ടികളാണല്ലോ, അപ്പോൾ ഇവരെ പറഞ്ഞു വിട്ടിരിക്കുന്നത് വേറെ ടീമുകളാണെന്നുള്ളത് പെൺകുട്ടികൾക്ക് അറിയില്ല, ഇവരുടെ പിന്നിലുള്ള ഗ്യാങ്. അപ്പോൾ കൊച്ചുമാത്തച്ഛൻ അവരോട് പറഞ്ഞത്, ഈ ആൺകുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകും, ഇവിടെ അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. ഒപ്പം തന്നെ ഇതിനെതിരെ പ്രതിരോധിച്ച് മറ്റൊരു വ്യക്തിയാണ് അട്ടപ്പാടിയിലെ സേവിയർ ഖാൻ വട്ടായിലച്ചൻ. ഈ ലവ് ജിഹാദിനെ പറ്റി പ്രതിപാദിച്ചു. എന്നാൽ കുറേ അധികം കത്തോലിക്ക വൈദികർക്ക് ഇപ്പോഴും പല കാരണങ്ങളാലും അവരെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്ന, ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ പലപ്പോഴും ഈ പാണക്കാട് പോയിട്ട് നല്ല ആടും ബിരിയാണിയൊക്കെ കഴിച്ച് സ്നേഹം സൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ് വരികയാണ് പതിവ്. അപ്പം സാദിഖ് അലി തങ്ങൾ ഉണ്ട് അവിടെ. അദ്ദേഹം ഈ മറ്റേ ഹാഗിയ സോഫിയൊക്കെ പിടിച്ചെടുക്കുന്നതിൽ വിദഗ്ധൻ, അത് നന്നായി എന്ന് പറഞ്ഞാൽ ഈ പള്ളികൾ കത്തോലിക്ക പള്ളി പിടിച്ചെടുത്ത വിദഗ്ധനാണ്. അപ്പോൾ ഇവിടെ പോയിട്ട് സൗഹാർദ്ദം, സ്നേഹം. അപ്പം അങ്ങനെ പോകുന്നവരോട് ഞാൻ പറയുന്നത്, ഈസാ നബി എന്ന ആള് 3500 വർഷം മുമ്പ് ജീവിച്ചു, കുരിശിൽ തറക്കപ്പെട്ടില്ല എന്ന് വിശ്വസിക്കുന്ന കത്തോലിക്ക വൈദ്യരെ അവിടെ പോണ്ടു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പാണക്കാട് പോയി ആട് ബിരിയാണി തിന്നേണ്ട ആവശ്യമില്ല. അത് ഒപ്പം ക്രിസ്മസ് വരുമ്പോൾ ഇതൊരു കേക്കുമായിട്ട് മെത്രമാരെ ഭീഷണിപ്പെടുത്താൻ വരും, വക്കഫൊന്നും ജസിയാന്നും പറഞ്ഞിട്ട്. പിന്നെ ഭയങ്കര ഇതിനൊരു സൗമ്യ ഇതായിട്ട് തക്കിയടിക്കാൻ അറിയാം. വന്നിട്ട് ഈ മെത്രമാരും വൈദികരും ഒക്കെ കേക്കും കൊണ്ടുപോയിട്ട് എന്താ സ്നേഹം, എന്താ സൗഹൃദം. അപ്പൊ കത്തോലിക്ക സഭ ഇതിന് ചൂട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ യൂറോപ്പിൽ ഇന്ന് കാണുന്ന ഈ ഗ്രൂമിങ് ഒക്കെ കേരളത്തിൽ വരാൻ പോകുന്നുള്ളൂ. ഈ ഹിന്ദു സഹോദരങ്ങളും അതുപോലെയുള്ള അത് ഒറ്റക്കെട്ടായി വരുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രമാത്രമെങ്കിലും പ്രതിരോധിക്കുന്നതും. കേരള സ്റ്റോറി പോലെയുള്ള മൂവികളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിനെ എത്രയെങ്കിലും പ്രതിരോധിക്കാനായിട്ട് സാധിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ഒരേ ഒരു കുറവുള്ളൂ, കതറൂര ഹമാസിൻ്റെ ടീഷർട്ട് ഇടുക,
ലീഗിൽ ലയിക്കുക. ഇത് മാത്രമേ കോൺഗ്രസ് പാർട്ടി ചെയ്യാൻ പോകുന്നുള്ളൂ. ഇടതുപക്ഷം ഈ കമ്മ്യൂണിസ്റ്റ് പുരോഗമന ചിന്താഗതി എന്നൊക്കെ പറഞ്ഞ് അതിലുള്ള ആൾക്കാരെ പറ്റിച്ച് ഒരു കണക്കിനാണ് പോകുന്നത്. അപ്പം ഇതിനെ പ്രതിരോധിച്ചില്ല, ഈ സാമൂഹ്യ വിപത്തിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ നമ്മൾ ഗ്രാമം കാസ ഇപ്പൊ ഈ കെവിൻ പീറ്റർ എന്ന വ്യക്തി വളരെ മുന്നോട്ട് പോയി ഇത് നല്ലൊരു രീതിയിലാണ് നടത്തുന്നത്. കാരണം കാസ എന്ന് കേട്ടാൽ മീഡിയ വൺ പേടിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ഇത് ശക്തമായി നന്നായിട്ട് പോകുന്നത്. കാരണം മീഡിയ വൺ പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തെ അങ്ങനെ സൂക്ഷിക്കണമെന്ന് നിങ്ങളുടെ കൊച്ചു പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ചൂഷണം ചെയ്യാൻ പറ്റുന്നില്ല എന്നാണോ നിഷാദ് റാവുത്തർ ഉദ്ദേശിച്ച് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിചാരിക്കും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കും, PhD ഉണ്ട്, ഡോക്ടർ ഉണ്ട്, അവരെയാണ് ചൂണ്ടാനാണ് സംഘടിതമായി വരുന്നത്. പിന്നെ അവരെ കാണുന്നത് ചാക്കിൻ്റെ ഉള്ളിലാണ്. പിന്നെ അവരെ കോടതിയിൽ ഹേബിയസ് കോർപ്പസ് കൊടുത്ത് കൊണ്ടുവന്ന് അവർ 18 കഴിഞ്ഞിട്ടുണ്ടാവും. 21 കഴിഞ്ഞ് കഴിഞ്ഞാൽ 18 കഴിഞ്ഞാൽ പിന്നെ ആരുടെ എവിടെയെങ്കിലും പോവാം. പക്ഷെ ഇവരുടെ പിന്നിൽ അവരൊരു തടവറയിലാണ്, ഇൻവിസിബിൾ. ഈ കോടതിയുടെ പരിസരത്തും പുറത്തൊക്കെ ഇവരുണ്ട്. ഇത് പറയുന്നത് സജി എന്ന വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഒരു നായർ യുവതീനെ കൊണ്ടുവന്നപ്പോൾ കണ്ണ് മാത്രം കാണാം, കോടതി കയറ്റുന്നു, വക്കീലിനെ കാണിക്കുന്നു. ഒരാളോടത്തും സംസാരിക്കാൻ സമയമില്ല. കാരണം ഒരു വലയത്തിലാണ്. ഈ സത്യശരണി പോലെയുള്ള അതല്ലെങ്കിൽ പീസ് എന്ന് പറഞ്ഞ സ്കൂളൊക്കെ പറഞ്ഞ് എം അക്ബർ ഒക്കെ നടന്നിരുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇവർ വരുന്നത്. എം അക്ബർ അത് വ്യക്തമായിട്ട് പറയാണ്. കാരണം ഒരു ക്രിസ്ത്യാനിനെയോ ഹിന്ദുവിനെയോ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കൊന്തൂരി മാറ്റണം, രൂപങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം. എന്നിട്ട് വേണം നിങ്ങളുടെ പ്രവൃത്തികളും ഇവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ പഠിപ്പിക്കാനായിട്ടും. പിന്നെ പ്രേമം കൊടുക്കണം, സ്നേഹം കൊടുക്കണം. അങ്ങനെയാണ് ഈ കൊച്ചു പെൺകുട്ടികളെ വളച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് എം അക്ബർ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പം എം അക്ബർ പോലെയുള്ള ആ പഠന ക്ലാസ്സുകളിൽ പെട്ട ഈ സഹോദരിമാരെ ഇത് ഗൗരവത്തോടെ എടുക്കണം. ഇതിൽ പെട്ടുപോയ സഹോദരിമാര്, നിങ്ങൾക്ക് ആർജവും ധൈര്യവും ഉണ്ടെങ്കിൽ കേരള സമൂഹം ഇന്ന് നിങ്ങളുടെ ഒപ്പം നിൽക്കും. മറ്റ് വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ചാനലുകളുടെ മുമ്പിൽ വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇനിയൊരു വിപത്തിന് നമ്മൾ ഇതാവരുത്. ഇപ്പം നമ്മുടെ രാഷ്ട്രീയക്കാരൊന്നും നമുക്ക് വിശ്വസിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം ഇതിലൊരു ചെയിൻ ഉണ്ട്. അതായത് നമ്മൾ സമുദ്രത്തിലേക്ക് നോക്കണം. ചെറിയ മീനെ വലിയ മീൻ വിഴുങ്ങുന്നു, അതിലും വലിയ മീൻ. അതുപോലെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ അറബികൾ വിഴുങ്ങുന്നു, അറബികളെ സായിപ്പ് വിഴുങ്ങുന്നു. ഇതാണ് ലോകത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. അവരെത്രയൊക്കെ പുരോഗമനവാദവും തത്വശാസ്ത്രമൊക്കെ പറഞ്ഞാലും വെറും ഉണ്ടായിപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഇടത് വലത് BJP കോൺഗ്രസ് ആയാലും അവർ സ്വാധീനിക്കപ്പെട്ട് അവർ മറ്റ് ചക്രവലയങ്ങളിൽ പെട്ടുകിടക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ അറബ് ഇതായിട്ട് പെട്ടുകിടക്കാണ് അടിമത്തത്തിൽ. അവരൊന്നും ഇത് നമ്മളോട് തുറന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു, പറയാവുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ രീതിയിൽ VS അച്യുതാനന്ദൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി അത് സൂചിപ്പിച്ചു. AK ആന്റണി മോനെ BJPക്ക് പറഞ്ഞു വിട്ടു. ഇതൊക്കെ നിങ്ങൾ കൂട്ടി വായിക്കണം. കാരണം എന്താണ് കേരളത്തിൽ നടക്കുന്നതെന്നുള്ളത്. ഇനി നിങ്ങളുടെ അടുത്ത തലമുറയെ കൊണ്ട് ഇതിന് വേണ്ടിക്കണമെങ്കിൽ തൂവൂര് എന്ന് പറഞ്ഞ കിണർ കൊണ്ട് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് ചരിത്രം പറഞ്ഞു കൊടുക്കാം. നമ്മൾ ചരിത്രം 1921 നടന്നതാണെങ്കിലും പറയാതെ ഹൈന്ദവ സഹോദരങ്ങളെ വെട്ടിക്കൂട്ടിയിട്ടിരിക്കുന്ന കിണറാണ് തൂവൂർ കിണറെന്ന് പറഞ്ഞു കൊടുക്കാം. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊളിച്ച ഇത് ഇപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ മുഗൾ സാമ്രാജ്യത്തെ തടുത്തു നിർത്തിയൊരു പാരമ്പര്യമുണ്ട് ഇന്ത്യക്കും കേരളത്തിനും. അതുപോലെ തന്നെ പ്രതിരോധിക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോഴുമുള്ളത്. ലവ് ജിഹാദ് പോലെയുള്ള സംഭവങ്ങളെ നമ്മൾ പ്രതിരോധിക്കുക തന്നെ വേണം. അതായത് ഒരു PhD-കാരിയൊക്കെ 8ാം ക്ലാസ്സുകാരൻ്റെ കൂടെ പൊക്കോട്ടെ, പ്രേമം വിദ്യാഭ്യാസത്തിൽ കണക്കൂട്ടുന്നില്ല. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ നിങ്ങൾ നോക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് ഈ വീഡിയോയിൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട്. അപ്പം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.